മുന്നോട്ട് വന്നാൽ സ്വീകരിക്കാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ? രോഗാവസ്ഥയും പ്രശ്നങ്ങളും മാറിയാൽ 100 വട്ടം സ്വീകരിക്കും. പിന്നെ നല്ല മക്കളുണ്ട്, അവരെ അനാഥരാക്കരുത്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് വീണ്ടും ഈ അമ്മയോടുള്ള മനോഭാവം തിരുത്തി വന്നാൽ വീണ്ടും സ്വീകരിക്കും. അമ്മയോടുള്ള മനോഭാവം അല്ല, അവരുടെ മൊത്തത്തിലുള്ള സ്വഭാവം മാറി എന്ന് നമുക്ക് ബോധ്യപ്പെട്ട 100 വട്ടം. ഈ ഞാൻ ഇനി വേറൊരു വിവാഹം കഴിക്കാൻ പോകും. കേസൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് മനോഭാവമൊക്കെ ഒന്ന് മാറാൻ വീണ്ടും അദ്ദേഹം തിരിച്ച് ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് വീണ്ടും പറയുന്നത്. ഇവിടെ ഒരു കൊലപാതകം നടക്കും, അത്രേ ഉള്ളൂ. അത് ശരി. അത് നമുക്ക് ഇത് കണ്ട് പരിചയമുള്ള. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ താടക മഞ്ജു, ഇപ്പൊ അവരുടെ പേര് എങ്ങനെയാണ്, മഞ്ജുവിന്റെ മുന്നിൽ താടകയെന്നും കൂടെ കൂട്ടിയിട്ടുണ്ട്. കേരള വിട്ടുകൊടുത്ത പേരാണ്. അതുപോലും പോരാ, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് പറയുന്നത് നിങ്ങൾ കേട്ടില്ല. ഹസ്ബൻഡ് പറയുന്ന അവരുടെ ഈ രോഗങ്ങളൊക്കെ മാറി അവര് വന്നാൽ അവരെ സ്വീകരിക്കും. 2 മക്കളുള്ളതല്ലേ, ഇനി പുള്ളിക്ക് വേറൊരു വിവാഹമൊന്നും കഴിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അവരെ സ്വീകരിക്കും എന്നിങ്ങനെ ഹസ്ബൻഡ് പറയുന്നുണ്ട്. അത് ഓക്കെ, മര്യാദയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മനുഷ്യനെ ഇതുപോലെ ഇട്ട് പീഡിപ്പിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഈ മനുഷ്യനല്ലേ ഈ വീഡിയോ എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ നൈറ്റ് ഡ്യൂട്ടി എങ്ങാണ്ട് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഈ സൗണ്ട് എല്ലാം കേട്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് അമ്മ തള്ളിയിട്ട് കഴിഞ്ഞു. ആ മനുഷ്യൻ ഇതുവരെ വീഡിയോ എടുക്കലൊന്നും നടത്തിയിട്ടില്ല. ഇവര് ഈ ഉപദ്രവം ചെയ്യും. ഇവര് മഞ്ജു എപ്പോഴും വീഡിയോ എടുക്കും. കാരണം സ്ത്രീ പീഡനം എങ്ങാനും ഒന്ന് അങ്ങോട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് പ്രതികരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യം. നമ്മൾ ഇന്നലെ കേട്ട ആ വാർത്തയല്ല വരിക, നേരെ തിരിച്ച് ഇയാള് പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത വന്ന് ഇയാളെ കേരളം മൊത്തം ഒരു പരുവാക്കും. നിയമവും കൂടെ കൂടി അങ്ങനെയാണല്ലോ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമം നേരെ ഇപ്പൊ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സ്ത്രീ മുഴുവൻ നേരം ഈ പീഡനം നടത്തും. അവര് മുഴുവൻ നേരം ഈ മൊബൈൽ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇപ്പോഴാണെങ്കിൽ ഈ കേസ് വെളിയിൽ വന്ന ഉടനെ തന്നെ അവരുടെ അച്ഛനും അമ്മയൊക്കെ നല്ല പൈസയുള്ള ടീമാണ്. അവര് നല്ല വക്കീലിനെ ഇടപാടാക്കി കാണും. അപ്പൊ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താ മാർഗം എന്ന് ചോദിച്ചാൽ മനോരോഗം എന്ന് പറയാം. പിന്നെ നമ്മളാണ് ചിന്തിക്കുമ്പോഴും ഇത്രയും അധികം എക്സ്ട്രീം ലെവലിൽ ക്രൂരത ചെയ്യുന്നതുകൊണ്ട് ഇതൊരു മനോരോഗമാകാം എന്ന് നമ്മളും ചിന്തിക്കും. പക്ഷേങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇവരുടെ ഈ രോഗാവസ്ഥയൊക്കെ മാറി വന്ന ഇവരെ സ്വീകരിക്കുന്നു. എനിക്കെന്താ അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ രോഗാവസ്ഥ ഈ കേരളം ഇതെല്ലാം അറിഞ്ഞ് ഈ അമ്മയെ തള്ളിയിട്ട് പോലീസ് കേസായി അവരെ റിമാൻഡിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണോ ഹസ്ബൻഡിന് മനസ്സിലായി ഇവർക്ക് ഇത് അസുഖമാണ്, ഇത് ചികിത്സിച്ചാൽ മാറും എന്നുള്ള ബോധം ഉണ്ടായത്. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ അവര് തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെ ആയെന്ന് നെയ്ബേഴ്സ് പറയുന്നുണ്ട്, അയൽക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ 1 വർഷം മുന്നേ ഹസ്ബൻഡിന് മനസ്സിലായില്ലേ ഇവർക്ക് ഇത് രോഗാവസ്ഥയാണ്, അപ്പൊ കൊണ്ടുപോയി ചികിത്സിച്ചൂടെ? അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടാണെങ്കിലും ഇവരെ കൊണ്ടുപോകാമല്ലോ, അന്നേ ചികിത്സിക്കാമല്ലോ വേണേ. അപ്പൊ അന്നൊന്നും ചെയ്തില്ല. ഇന്നിത് കേരളം മൊത്തം പുറത്തറിഞ്ഞു കഴിഞ്ഞപ്പം ഈ അസുഖങ്ങൾ മാറി വന്ന സ്വീകരിക്കാന്ന്. ഇത് എന്റെ അഭിപ്രായം, സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് അസുഖമൊന്നുമല്ല. ചുമ്മാ ഇപ്പൊ കേസിന്ന് വെറുതെ തടി ഒരു പോരാൻ വേണ്ടി ഇത് അസുഖമാണെന്ന് പറയുന്നത് മാത്രമാണ്. അപ്പൊ അവരുടെ വീട്ടിൽ വേലക്കാരത്തിയുണ്ട്, സെർവന്റ് ഉണ്ട്. ആ സെർവന്റ് ആണ് ആ അമ്മച്ചിക്ക് ഫുഡ് കൊടുക്കുന്നത്. ആ അമ്മച്ചിയുടെ സ്വത്താണ് ഇവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കാറൊക്കെ അമ്മച്ചിയുടെ സ്വത്ത് വിറ്റിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഫുഡ് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. ആ വേലക്കാരിയാണ് ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഈ മനുഷ്യന്റെ, അതായത് ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരം മൊത്തം ബെൽറ്റൂരിയോ ചട്ടയം വെളുപ്പിച്ച് വെച്ചതിന്റെ എല്ലാം പാടുകളാണ്. ഈ പീഡനം മുഴുവൻ സഹിച്ചാണ് ആ മനുഷ്യൻ. അയാളിങ്ങനെ ഒരു അടിമ പോലെ ആയിപ്പോയി. യാതൊരു പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അയാള്. കാരണം അയാളെ ഇതുപോലെ ഉപദ്രവിച്ച്, അയാളുടെ അമ്മയെ ഇതുപോലെ ഉപദ്രവിച്ച്, എന്നിട്ട് ഇപ്പൊ പറയുന്ന ഒരു മനോരോഗമല്ലേ അത് മാറി. എന്നാ പിന്നെ നേരത്തെ ചികിത്സിച്ചൂടെ എന്നാണ് എന്റെ ചോദ്യം കിടക്കുന്നത്. ഇതിപ്പോ അവര് പൈസ ടീമാണ്, ഇത്രയും പൈസയുണ്ട്, അതുകൊണ്ട് അവര് തടി ഊരി പോരാൻ വേണ്ടി ഒരു മനോരോഗം. പിന്നെ കേൾക്കുന്നത് നമ്മൾ ഓർക്കും ഇത്രയും ക്രൂരതയുള്ളതുകൊണ്ട് മനോരോഗമായിരിക്കും. ഇതൊന്നുമല്ല. ഏതായാലും ഈ കളിയിൽ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബാക്കി നഷ്ടങ്ങളൊന്നും മഞ്ജു എന്ന താടേക്ക് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ പ്രൊഫഷൻ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവളെ ഒരൊറ്റ സ്കൂളിൽ ഒരു അധ്യാപികയായിട്ട് വെക്കുവോ, ഇവളെ അധ്യാപികയായിട്ടിരിക്കുന്നിടത്ത് ആരേലും കുട്ടികളെ കൊണ്ട് ചേർക്കുവോ, ആ ഒരു കാര്യത്തിൽ ഏകദേശം തീരുമാനമുണ്ട്. പണം കൊണ്ട് എല്ലാം നേടാൻ പറ്റില്ലെന്നുള്ളതിന്റെ ഒരു കാര്യമാണ്. പ്രൊഫഷൻ എന്താണേലും പോയി കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരിടത്ത് പോലും പോരാഞ്ഞിട്ട് മനോരോഗി എന്ന സർട്ടിഫിക്കറ്റൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സംഭവിക്കും. കേസിന്ന് രക്ഷപ്പെടണേ ഇപ്പൊ അതൊക്കെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും.
അപ്പൊ ആ കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്ന ഈ ഹസ്ബൻഡാണ് ഈ വീഡിയോ പിടിച്ച് അത്ര ബുദ്ധിപൂർവ്വം ചെയ്തു, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങേരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങേര് ഈ പീഡനം മുഴുവൻ ഏറ്റുവാങ്ങി ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് സമാധാനിച്ചു പോയി. അമ്മയും പീഡിപ്പിച്ച് ഭർത്താവിനെയും പീഡിപ്പിച്ച് ആ പെണ്ണ് അവിടെ ഇങ്ങനെ താടക പോലെ അങ്ങ് ജീവിച്ചു പോന്നു. ഇത് അവരുടെ ഫാമിലി സുഹൃത്തായ ഒരാളാണ് ഈ വീഡിയോ പിടിച്ചത്. കാരണം മുഴുവൻ നേരം മഞ്ജു വീഡിയോ പിടിക്കലാണ്. അപ്പൊ ഇവരാരും ഇത് ചെയ്യുന്നുമില്ല. അപ്പൊ അയാൾക്ക് തോന്നിയത് ശരിക്കും ഈ കേരളം ഇന്ന് ഇത് അറിഞ്ഞതും ഇത് ഇത്ര നിയമത്തിന്റെ വഴിയെ ഇത് പോയതും അവരെ പിടിക്കാൻ പറ്റിയ പോലീസിന് പിടിക്കാൻ പറ്റിയതും എല്ലാം ആ അയൽവാസി ഇവരുടെ ഫാമിലി സുഹൃത്തായ ആ ഒരു വ്യക്തിയാണ്. അയാൾ പറയുന്നൊന്ന് കേട്ടു നോക്കാം. സമയത്ത് ഇവന്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അവൾ വീഡിയോ എടുത്തു വെച്ചിട്ട് അവനെ വലിയ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിച്ചാണ് അവിടെ വെച്ചിരുന്നത്. പക്ഷെ ഈ വീഡിയോ എടുത്ത് ഞാനാണ് ഇവരെ ഈ തള്ള ഇവന് ഉപദ്രവിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഉള്ള കാര്യം ഇവൾ അറിഞ്ഞില്ല. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ ഇത്രയും വിഷയമായ സമയത്താണ് ആ വീഡിയോ ഉണ്ടായിട്ട് മാത്രമാണ് ഇതിപ്പോ കേസിലേക്ക് വന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവള് വീണ്ടും രക്ഷപ്പെട്ടനെ. ഇതാണ് ഇവിടുത്തെ വസ്തുത യാഥാർത്ഥ്യം. മഞ്ജുവിനോട് അവർ അകത്ത് കയറ്റാതെ പുറത്ത് ഇവരെ അമ്മയും മോനെയും ഒക്കെ പുറത്തിട്ട് കഥ അടച്ചിരിക്കുക. കേസ് കൊടുത്തിട്ട് പോലീസ് അവിടെ കയറി ചെല്ലുമ്പോഴത്തേന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ 6 വയസ്സുള്ള കുഞ്ഞ് വെളിയിൽ ഇറങ്ങി വന്നിട്ട് പോലീസുകാരോട് SIയോടൊക്കെ പറയാണ് എന്നെ അച്ഛൻ പീഡിപ്പിച്ചു എന്ന്. പിന്നെ ഈ തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പഠിപ്പിച്ച് പറയുന്ന കേൾക്കും. പോലീസുകാർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായതല്ലേ, അവർക്കത് കേട്ടപ്പോഴേ മനസ്സിലായി പറഞ്ഞു പഠിപ്പിച്ചാന്ന്. അതുകൊണ്ട് അവരതത്ര കാര്യമാക്കിയില്ല. അതുപോലെ തന്നെ നമ്മൾ ആ സീൻ ഓർക്കുന്നുണ്ട്. ആ അമ്മയെ തള്ളിയിടുമ്പോ ഇരിക്കുന്നിടത്തുനിന്ന് തള്ളിയിടുന്നുണ്ട് മഞ്ജു വന്നിട്ട്. അപ്പോഴാണല്ലോ അവര് വീഴുന്നത്. അതിന് തൊട്ടു മുന്നേ 6 വയസ്സുള്ള ആ കുഞ്ഞു വന്നിട്ട് ഈ അമ്മയെ തള്ളുന്നുണ്ട്. ശരിക്കും അത് ശ്രദ്ധിച്ചാൽ അറിയാം ആ സീന്. ആ കുഞ്ഞു വന്നിട്ട് തള്ളുക ചെയ്യുന്ന ആദ്യം. കാരണം അവര് TV ഇരുന്ന് കാണുന്ന ആ ഹാളില് അല്ലെ അവിടെ ഇരുന്ന് ആ അമ്മയെ അത് കാണണ്ടെന്നേ ഉള്ളൂ തീരുമാനം. അപ്പൊ ഈ മഞ്ജുവിന്റെ മക്കളെ മഞ്ജു ട്രെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന അല്ലെ ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന ഈ അമ്മയെ ഇതുപോലെ ഉപദ്രവിക്കണമെന്നാണ്. ആദ്യം തള്ളാൻ നോക്കുന്നത് തള്ളുന്നതും ആ കുഞ്ഞാണ്. അത് തള്ളിയേച്ച് പോയി കഴിഞ്ഞാണ് മഞ്ജു വന്ന് തള്ളുന്നത്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ട്രെയിനിങ് കൊടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അച്ഛനെതിരെ അച്ഛമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാന്നുള്ളതാണ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പിള്ളേർക്ക് ഇപ്പൊ 8ഉം 8ഉം തിരിയാത്ത പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ പീഡിപ്പിച്ചു എന്നുള്ള രീതിക്കാണ് SI വരുമ്പോൾ കുഞ്ഞുങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. വാതിൽ തുറന്ന ഉടനെ തന്നെ വന്ന് പറയുന്നത് അതാണ്. പിന്നെ കാലം കഴിയുമ്പോഴേ അതിന് സത്യം എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഏതനാഥാലയം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രാത്രിയിൽ 8:30 അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് 19 വയസ്സുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ആവശ്യമില്ല സംഭാഷണം ഇവർ വീട്ടിൽ കയറണോ വേണ്ടേ? കയറ്റുമല്ലയോ? ഇവർക്ക് വീട്ടിൽ കയറണോ കയറ്റാൻ പറ്റൂല്ലോ? അവരുടെ വീട്ടിൽ അവർ കയറണ്ടേ? താമസിക്കണ്ടേ? അതല്ല ഇനിയിപ്പോ സംഭവിക്കാൻ പോകുമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ പണത്തിന്റെ സ്വാധീനവും നല്ല വക്കീലിനെ വെച്ച് മനോരോഗം ഉണ്ടായിരുന്നെന്നൊക്കെ വാദിച്ച് ഇവരുടെ അച്ഛനും അമ്മയും ഈ മഞ്ജുവിന്റെ അച്ഛനും അമ്മയും എന്താണേലും കേസ് കൊടുക്കും. കാരണം അവർക്ക് അവരുടെ സ്വന്തം മകളാണ് അല്ലെ, അവരെന്താണേലും രക്ഷിക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ എന്താണേലും പുറത്തു വരും. പക്ഷെ അവര് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. രണ്ടാമത് അവരുടെ ഈ ഒരു പാപകാരി ചെയ്ത് ഈ അമ്മ തള്ളിയിട്ട പാപത്തില് ഈ മഞ്ജുവിന്റെ അമ്മയ്ക്കും അച്ഛനോട് ഒരു പങ്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഒരു മകളെ അവർ ഇതുപോലെ ഒരു ദുഷ്ടയായിട്ടാണ് വളർത്തിവിടുന്നത്. ശരിക്കും ചെറുപ്പകാലത്ത് നല്ലത് ചൊല്ലിക്കൊടുത്ത് നല്ലപോലെ വളർത്തുന്ന കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. ഇത്രയധികം ക്രൂരത നിറഞ്ഞ ഒരു മനസ്സുള്ള ഒരു മകളെ എന്നത്തിനാണ്. ഒന്നുമല്ലെങ്കിൽ ഇനി രക്ഷിക്കാൻ പോലും നിൽക്കരുത്. പക്ഷെ അവർ രക്ഷിക്കുക, എന്താണെങ്കിലും രക്ഷിക്കുക. അതാണ് ഇത്ര വേഗം മനോരോഗിയാണ് അതായതാന്നൊക്കെ പറഞ്ഞു വന്നതിന്റെ കാര്യം. അപ്പൊ അവർ രക്ഷിക്കും. എന്താണെങ്കിലും അതിന് ശ്രമിക്കാതിരിക്കല്ലോ, സ്വന്തം മോളാണ് മറ്റേ നമ്മള് പറയുന്നത്. പക്ഷെ ഒരു ശിക്ഷ കിട്ടാൻ പോകുന്നുണ്ട്. അതായത് എന്താ വെച്ചാൽ ഒന്ന് പ്രൊഫഷൻ പോവുക എന്നുള്ള ശിക്ഷ. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ മഞ്ജു താടക എന്നുള്ള പേര്, താടക മഞ്ജു എന്നുള്ള പേര് വീണിട്ട് കേരള മനസാക്ഷിയുടെ മുന്നിലാണ് ഇവള് നിൽക്കുന്നത്. സമൂഹം ഒരിക്കലും ഇനി ഇവള് ജീവിച്ചിരിക്കുന്ന കാലം സമൂഹം ഇനി ഈ ഭർത്താവ് ക്ഷമിച്ചു വന്നാലും ആരൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ഈ കേരള സമൂഹം ഈ ഒരു സ്ത്രീയെ കാണുന്നത് ഒരു വെറുക്കപ്പെട്ടവളായിട്ടാണ്. അത് ഉറപ്പാണ്. ഒരാള് പോലും ഇതെന്ത് ജീവിയാണെന്നേ ചിന്തിക്കുള്ളൂ. ഒരു മനുഷ്യ സ്ത്രീയാണെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. ഇതൊരു നിങ്ങൾ ചിന്തിച്ചോട്ടെ, വല്ലാത്തൊരു ബുദ്ധി. ഈ MA അത്യാപിയാണ് മനോരോഗിയാന്ന് പറയുന്ന വിശ്വസിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവര് മുഴുവൻ സമയം ഇയാളെ കൊടുക്കാൻ വേണ്ടി വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഇത് മുഴുവൻ അത് വെച്ചാണ് ഇയാളെ അമക്കിയിട്ടിരുന്നത്. ഈ ഹസ്ബൻഡിനെ പേടിപ്പിച്ചിരുന്നത് സ്ത്രീപീഡനം എന്നുള്ള രീതിയിൽ വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. മനോരോഗി അങ്ങനെ ചിന്തിച്ചു. അതുപോലെ തന്നെ ഇവര് പഠിപ്പിച്ചോണ്ടിരിക്കുന്നതാണ്.
ഇവര് മനോരോഗിയുടെ ഒരു സിംറ്റം എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ കൂടെയുള്ളവർ പറയല്ലേ. ഇതുവരെ കൂടെയുള്ളവര് അവരങ്ങനെയാണ്, അവരെ കാണുമ്പോഴാണ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. എന്ത് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയിട്ടും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സമൂഹം താടക മഞ്ജു എന്ന് എഴുതി തള്ളിയിട്ടുണ്ട്. പിന്നെ ദൈവത്തിന്റെ കോടതി, അത് ഇതിന്റെ എല്ലാം മേലെയില്ലേ. എന്തെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുത്താലും അത് ഇവിടുത്തെ കോടതിയിലല്ലേ പറ്റുള്ളൂ. ദൈവത്തിന്റെ കോടതിയിൽ ഒരു ശിക്ഷയുണ്ട്. ഒന്നും അല്ലെങ്കിലും ഈ ട്രെയിൻ ചെയ്ത് ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന മക്കളുണ്ടല്ലോ, ഇതുപോലെ അച്ഛൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ 6 വയസ്സുകാരി മക്കള് രണ്ടുപേരുണ്ട്. ആ മക്കളാണേലും തിരിച്ചു കൊടുത്തിരിക്കും. അല്ലാതെ ഇത് എവിടെ പോകാൻ നമ്മൾ എന്തോരം കേസ് കണ്ടിട്ടുള്ളതാണ്. കാലം കണക്ക് ചോദിച്ചിരിക്കും. കാലത്തിന്റെ കാവ്യനീതി നടപ്പിലാക്കിയിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ.